അൽഹംദുലില്ലാഹ്. നമ്മൾ കഴിഞ്ഞ വീക്കിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന പാഠങ്ങൾ എല്ലാവരും വായിച്ചു നോക്കിയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വഖഫ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിരാമം. ഇനി അടുത്ത എടുക്കാൻ പോകുന്ന ഭാഗം തൻവീനും ഹർക്കത്തില്ലാത്ത നൂനും. തൻവീനും ഹറക്കത്തില്ലാത്ത നൂനിന്റെയും പാടാണ്. എല്ലാവർക്കും ഈ അടയാളങ്ങൾ അറിയാൻ സാധിക്കുമായിരിക്കും. ഈ അടയാളത്തിന് ഫത്ഹ, കസ്ര, ضم, ഫത്ഹ, തൻവീൻ, കസ്ര, തൻവീൻ, ضم, തൻവീൻ. അടുത്ത പാഠം ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം അതുപോലെ മണിക്കേണ്ടതും മണിക്കാൻ പാടില്ലാത്തതും, എവിടേക്കാണ് മണിക്കേണ്ടത്, എങ്ങനെയാണ് മണിക്കേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ പറയുന്ന പാഠങ്ങളാണ്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഷദ്ദുള്ള അക്ഷരം വരിക അഥവാ ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷവും തൻവീനിന് ശേഷവും ഷദ്ദുള്ള ഒരക്ഷരം വരുമ്പോൾ എങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. തൻവീനിന്റെയോ ഹറക്കത്തില്ലാത്ത നൂനിന്റെയോ ശേഷം ഷദ്ദുള്ള അക്ഷരം വന്നാൽ ഷദ്ദുള്ള അക്ഷരത്തെ മാത്രം ഉച്ചരിക്കുക. ഉദാഹരണങ്ങൾ നോക്കാം. യഖൂലു അഹ്ലക്തു മാലൻ ലുബദ. തുടങ്ങിയണോ? എന്താ അവസ്ഥ? എന്താ ഒന്നും സൗണ്ട് ഒന്നും ഇതുവരെ ഒന്നും കേട്ടില്ല. തുടങ്ങിയതിന് ഇപ്പൊ പോയതാ വോയിസ്. കുറച്ചു നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തീരെ കേട്ടില്ല. എനിക്ക് എന്തോ തീരെ കേൾക്കാൻ പറ്റില്ല. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് തൻവീനിന്റെയും ഹറക്കത്തില്ലാത്ത നൂനിന്റെയും നിയമങ്ങൾ. ഇതിൽ ആരംഭത്തേത് എന്താണ്? ഒരു തൻവീൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ പെടും? ഫത്ഹ തൻവീൻ വരും, അതുപോലെ കസ്ര തൻവീൻ വരും, ضم തൻവീൻ വരും. ഇവയ്ക്ക് ശേഷം അടുത്ത അക്ഷരത്തിന് ഷദ്ദ് ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? അവിടെ ഉച്ചരിക്കേണ്ടത് ആ ഷദ്ദുള്ള അക്ഷരത്തെ മാത്രം എന്ത് ചെയ്യുക? ഉച്ചരിക്കുക. യഖൂലു അഹ്ലക്തു മാലൻ ലുബദ. ഇവിടെ മാലൻ ലുബദ എന്നും പാരായണം ചെയ്യുന്നത് തെറ്റാണ്. അവിടെ എന്താ? ഷദ്ദുള്ള അക്ഷരത്തെ, ആ തൻവീനിലുള്ള നൂനിന്റെ ശബ്ദം കേൾക്കാൻ പാടില്ല. അടുത്ത അക്ഷരത്തെ, ആ ഷദ്ദുള്ള അക്ഷരത്തെ മാത്രം എന്ത് ചെയ്യുക? ഉച്ചരിക്കുക. മാലൻ ലുബദ. അടുത്തത് ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷവും അടുത്ത അക്ഷരം ഷദ്ദുള്ള അക്ഷരമാണ് വരുന്നതെങ്കിൽ അവിടെയും ഷദ്ദുള്ള അക്ഷരത്തെ മാത്രം ഉച്ചരിക്കുക. വലം യകുൻ ലഹു. ഇവിടെ യകുൻ എന്നുള്ള നൂനിന്റെ ശബ്ദം കേൾക്കാൻ പാടില്ല. ലാമിനെ ഷദ്ദ് കൊടുത്ത് ലാമിനെ മാത്രം എന്ത് ചെയ്യുക? ഉച്ചരിക്കുക. വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ഈ രൂപത്തില് പാരായണം ചെയ്യുക. ആദ്യത്തേത് ഹറക്കത്തില്ലാത്ത നൂനിന്റെയും തൻവീനിന്റെയും നിയമം വരുമ്പോൾ ഇവയ്ക്ക് ശേഷം അടുത്ത അക്ഷരത്തിൽ ഷദ്ദ് വരുന്ന സമയത്ത് ആ ഷദ്ദുള്ള അക്ഷരത്തെ മാത്രം ഉച്ചരിക്കാൻ പാടുള്ളൂ. ആ തൻവീനിലുള്ള അല്ലെങ്കിൽ ഹറക്കത്തില്ലാത്ത നൂനിന്റെ ശബ്ദം എന്ത് ചെയ്യാൻ പാടില്ല? അൻ എന്നുള്ള ശബ്ദം, അൻ, ഇൻ, ഉൻ, ആ ശബ്ദം കേൾക്കാൻ പാടില്ല. അപ്പൊ ഹംസക്ക് ഫത്ഹ തൻവീൻ വരുമ്പോൾ അൻ എന്നാണ് പറയുന്നത്. അപ്പൊ അൻ എന്ന ഫത്ഹ തൻവീനിന് ശേഷം അടുത്ത അക്ഷരം
ഷദ്ദുള്ള അക്ഷരമാണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ആ തൻവീനുള്ള നൂനിന്റെ ശബ്ദം കേൾക്കാൻ പാടില്ല, മറിച്ച് ആ ഷദ്ദുള്ള അക്ഷരത്തെ മാത്രം ഉച്ചരിക്കുക. യഖൂലു അഹ്ലക്തു മാലൻ ലുബദാ വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത നിയമത്തിലേക്ക് പോകാം. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോട്ടോ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ മനസ്സിലായെന്നൊന്ന് മെസ്സേജ് ചെയ്തേക്കണേ. അൺമ്യൂട്ട് ചെയ്യണ്ട. ഓക്കെ. ഒന്നുകൂടെ ഒന്ന് പാരായണം ചെയ്യാം. യഖൂലു അഹ്ലക്തു മാലൻ ലുബദ. മാലൻ ലുബദ എന്ന് പറയുന്നത് തെറ്റാണ്, മറിച്ച് പാരായണം ചെയ്യുന്നത് എങ്ങനെയാണ്? മാലൻ ലുബദ. ഫത്ഹ തൻവീനുള്ള നൂനിന്റെ ശബ്ദം കേൾക്കാൻ പാടില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നെക്സ്റ്റ് അടുത്ത നിയമം. ഹർക്കത്തില്ലാത്ത നൂനിന്റെ നിയമം തന്നെയാണ്. തൻവീനിന്റെയോ ഹർക്കത്തില്ലാത്ത നൂനിന് ശേഷമോ അടുത്ത അക്ഷരം വാവോ അല്ലെങ്കിൽ യാഓ ആണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യുക? ഷദ്ദോട് കൂടി മണിച്ച് പാരായണം ചെയ്യുക. മണിക്കൽ എന്ന് പറയുന്നത് എന്താണ്? മണിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മൂക്കിലേക്ക് കരിമൂക്കിലേക്ക് നമ്മുടെ അല്പനേരം ശബ്ദത്തെ തടഞ്ഞു വെക്കലാണ് മണിക്കൽ എന്ന് പറയുമ്പോൾ. അപ്പം അൻത എന്ന് പറയുമ്പോൾ അവിടെ മണിക്കൽ വന്നിട്ടില്ല. എന്ന് പറയുമ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ ആ നൂന് മറയ്ക്കുന്നതിനോടൊപ്പം ആ നൂന്റെ അൻ എന്നുള്ള ശബ്ദം മറച്ചു, അതിനോടൊപ്പം അല്പനേരം മൂക്കിൽ ശബ്ദത്തെ തടഞ്ഞു വെച്ചു. ഇതിനാണ് മണിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ തൻവീന് ഹർക്കത്തില്ലാത്ത നൂനിന് ശേഷം അടുത്ത അക്ഷരം വാവോ അല്ലെങ്കിൽ യാഓ ആണ് വരുന്നതെങ്കിൽ അവിടെ ആ യാഇനും വാവിനും ഷദ്ദ് കൊടുക്കുന്നതിനോടൊപ്പം അവിടെ ആ അക്ഷരത്തെ എന്ത് ചെയ്യണം? അവിടെ മണിച്ച് തൻവീനും ഹർക്കത്തില്ലാത്ത നൂനിന് ശേഷം വാവും യാവുമാണ് വരുന്നതെങ്കിൽ അവിടെ ഷദ്ദ് കൊടുക്കുന്നതിനോടൊപ്പം മണിച്ച് പാരായണം ചെയ്യുക. നൂനും തൻവീനും വെളിവാക്കരുത്. നൂനിന്റെയും തൻവീനിന്റെയും ശബ്ദം എന്ത് ചെയ്യാൻ പാടില്ല? അവിടെ വെളിവാകാൻ പാടില്ല. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ومن يعمل مثقال ذرة خيرا يره. ഇവിടെ ഹർക്കത്തില്ലാത്ത നൂനിന് ശേഷം അടുത്ത അക്ഷരം എന്താണ് വന്നിട്ടുള്ളത്? യാ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ നൂനിന്റെ ശബ്ദം വമൻ എന്നുള്ള ശബ്ദം എന്ത് ചെയ്യാൻ പാടില്ല? വെളിവാക്കാൻ പാടില്ല. മറിച്ച് യാനോട് ചേർത്ത് യാന് ഷദ്ദ് കൊടുക്കുക. വമയ്യ ഷദ്ദ് കൊടുക്കുവാണ്. വമയ്യ അമൽ യാക്ക് ഷദ്ദ് കൊടുക്കുന്നതിനോടൊപ്പം മണിക്കണം. വമയ്യ അമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്. ഇവിടെ ഫത്ഹ തൻവീനാണ് വന്നിട്ടുള്ളത്. ഖൈറൻ യറ. ഫത്ഹ തൻവീനു ശേഷം അടുത്ത അക്ഷരം എന്താണ് വന്നിരിക്കുന്നത്? യാ ആണ്. ഇങ്ങനെ വരുന്ന സമയത്തും എന്ത് ചെയ്യാ? ഈ തൻവീനിന്റെ ഖൈറൻ എന്നുള്ള ശബ്ദം വെളിവാകാൻ പാടില്ല. മറിച്ച് അടുത്ത അക്ഷരത്തിലേക്ക് അടുത്ത അക്ഷരം യാന് ഷദ്ദ് കൊടുക്കുന്നതിനോടൊപ്പം മടിച്ച് ഉച്ചരിക്കുക. ഖൈറൻ യറഹ്. ومن يعمل مثقال ذرة خيرا يره. ഈ രൂപത്തിൽ വേണം പാരായണം ചെയ്യാൻ. അടുത്തത് وما لكم من دون الله من ولي ولا نصير.
وما لكم من دون الله من ولي. ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം അടുത്ത അക്ഷരം വാവാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ വരുമ്പോൾ അടുത്ത അക്ഷരം വാവ് വരുമ്പോൾ അവിടെ ആ നൂനിന്റെ ശബ്ദം വെളിവാക്കാൻ പാടില്ല. മറിച്ച് വാവിന് ശബ്ദ് കൊടുക്കുന്നതിനോടൊപ്പം മണിച്ച് പാരായണം ചെയ്യുക. ശബ്ദം നിന്നോയോ? കേക്കില്ല. അപ്പം ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം അടുത്ത അക്ഷരം ഇവിടെ വാവാണ് വന്നിട്ടുള്ളത്. ഇവിടെ ആ നൂനിന്റെ ശബ്ദം വെളിവാകാൻ പാടില്ല. മിൻ വലിയിൻ എന്ന് പറയാൻ പാടില്ല. മറിച്ച് വാവിന് ശബ്ദ് കൊടുക്കുന്നതിനോടൊപ്പം മണിച്ച് പാരായണം ചെയ്യുക. മിൻ വലിയ്യിൻ വലാ നസീർ. ഈ രൂപത്തിലേക്ക് കൊണ്ടുവരാം. ഈ രണ്ട് നിയമങ്ങളും എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? വലിയിന് ശേഷവും ഹർക്കത്ത് വാവ് വന്നില്ലേ? അതെ അതെ, അവിടെയും തൻവീന് ശേഷം അടുത്ത അക്ഷരം വാവാണ് വന്നിട്ടുള്ളത്. അവിടെയും ഇതേ നിയമം തന്നെയാണ്. വാവിന് ശബ്ദ് കൊടുക്കുന്നതിനോടൊപ്പം മണിച്ച് പാരായണം ചെയ്യുക. മിൻ വലിയ്യിൻ വലാ നസീർ. ഈ രൂപത്തിലേക്ക് എന്ത് ചെയ്യാം? കൊണ്ടുവരിക. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? നമ്മൾ ഈ പറഞ്ഞ രണ്ട് നിയമങ്ങളും എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഏകദേശം മനസ്സിലായി. ഇനിയിപ്പോ കുറെ കേട്ടാ മനസ്സിലാ മതി. അടുത്തത് നൂനിന് ശേഷം, അതായത് അഥവാ ഹർക്കത്തില്ലാത്ത നൂനിന് ശേഷം അടുത്ത അക്ഷരം ബ വരിക. നൂനിന് ഒരു ഹറക്കത്തും ഇല്ലാതെ അതിന് മുകളിൽ തലകുത്തനെയുള്ള മീം വന്നാൽ മീമിനെ ഉച്ചരിക്കാനായി ചുണ്ടടയ്ക്കുകയും എന്നാൽ പൂർണ്ണമായി അടയ്ക്കാതെ അല്പം മാത്രം വിടർത്തി ഒരു കടലാസിന്റെ കനത്തിൽ മീം ഉച്ചരിക്കുകയും ചെയ്യുക. ഇവിടെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഹറക്കത്തില്ലാത്തതിന് ശേഷം അടുത്ത അക്ഷരം ബ ആണ് വന്നിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് ഒരു മീം കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ വരുന്ന നിയമത്തിൽ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? ഇവിടെ ഹറക്കത്തില്ലാത്ത നൂൻ വന്ന് അതുപോലെ ആ നൂനിന്റെ മേൽ എന്ത് വന്നിട്ടുണ്ട്? ഒരു ചെറിയൊരു മീം വന്നിട്ടുണ്ട്. അതിനുശേഷം ബ എന്ന അക്ഷരമാണ് വരുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മള് മീമിനെ ഉച്ചരിക്കണം. ആ നൂനിന്റെ സ്ഥാനത്ത് എന്താണ്? മീമാക്കിയാണ് ഉച്ചരിക്കണം. അപ്പം മീമിനെ ഉച്ചരിക്കുമ്പോൾ സാധാരണ മീം സുക്കൂൻ കൊടുക്കുമ്പം ചുണ്ട് പൂർണ്ണമായിട്ടും അടഞ്ഞു പോകും. പക്ഷെ ഇവിടെ മീമിനെ ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ട് പൂർണ്ണമായിട്ട് അടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അടഞ്ഞു പോകാതെ ഒരു പേപ്പർ സ്പേസ് ഇട്ടിട്ട് ഒരു നമ്മുടെ ചുണ്ട് അല്പം വിടർത്തി വെക്കുമ്പോൾ ഒരു പേപ്പർ ഇരിക്കാൻ വേണ്ടി അത്രയും കനത്തിൽ അത്രയും ഒരു സ്പേസ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യാം? മണിച്ച് ഉച്ചരിക്കുക. ഉദാഹരണം പറയുമ്പം فأنبتنا فيها حبا. മനസ്സിലാകുന്നുണ്ടോ?
ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം അതിന് ശേഷം വരുന്ന അക്ഷരം ബ ആണ്. അതുപോലെ ആ നൂനിന്റെ മേൽ ചെറിയൊരു മീം ഉണ്ടാകും. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഈ നൂനിന് മീമിനെ ഉച്ചരിക്കാനായി എന്ത് ചെയ്യണം? ചുണ്ടടയ്ക്കണം. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല? പൂർണ്ണമായിട്ടും ചുണ്ട് അടഞ്ഞു പോകാതെ അല്പം വിടർത്തി വെച്ചതിന് ശേഷം മാത്രം വേണം ഉച്ചരിക്കാൻ. فأنبتنا فيها حبا. ഈ രൂപത്തിലേക്ക് എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. അതുപോലെ അടുത്തത് فقال أنبئوني فلما أنبأهم. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം ബ വരുമ്പോഴുള്ള നിയമമാണ്. അടുത്തത് തൻവീനിന് ശേഷം ബ വരിക. തൻവീൻ എന്ന് പറയുമ്പോൾ തൻവീൻ ഇവയ്ക്ക് ശേഷം ബ വരുമ്പോൾ ഒരു ഹറക്കത്തും അതിനോടൊപ്പം ഒരു തലകുത്തനെയുള്ള മീം വന്നാൽ മീമിനെ ഉച്ചരിക്കാനായി ചുണ്ടടയ്ക്കുകയും എന്നാൽ പൂർണ്ണമായി അടയ്ക്കാതെ അല്പം മാത്രം വിടർത്തി ഒരു കടലാസിന്റെ കനത്തിൽ മീം ഉച്ചരിക്കുകയും ചെയ്യുക. അപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെ കണ്ടില്ലേ, ഇവിടെ തൻവീന് ഒരു ഹറക്കത്താണ് വന്നേക്കുന്നത്. ആ ഹറക്കത്തിന് മേൽ എന്ത് വന്നേക്കുന്നത്? ചെറിയൊരു മീം വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? നേരത്തെ പറഞ്ഞതുപോലെ മീം ഉച്ചരിക്കണം. അബദൻ ബിമാ ഖദ്ദമത് എന്ന് പറയുന്നത് തെറ്റാണ്. മറിച്ച് അവിടെ എന്ത് ചെയ്യണം? ആ മീമിനെ ശബ്ദം അവിടെ കൊണ്ടുവരണം. മീമിനെ ഉച്ചരിക്കണം. അബദൻ ബിമാ ഖദ്ദമത് ആയാതിൻ ബയ്യിനാതിൻ. റസൂലും ബിമാ ആയാതിൻ ഒരു ഹറക്കത്തും അതിന്റെ മേൽ എന്ത് വന്നേക്കുന്നത്? ചെറിയൊരു മീൻ വന്നിട്ടുണ്ട്. ഇവിടെയും എന്ത് ചെയ്യണം? മീൻ ഉച്ചരിക്കണം. അതിനായി ചുണ്ട് പൂർണ്ണമായിട്ടും അടഞ്ഞു പോകാതെ അല്പം വിടർത്തി വെച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? മീമിനെ ഉച്ചരിക്കുക. ആയാതിൻ ബയ്യിനാതിൻ റസൂലും ബിമാ. ഈ രൂപത്തിലേക്ക് പാരായണം ചെയ്യുക. മറ്റുദാഹരണങ്ങള് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ ലനസ്ഫഅൻ ബിന്നാസിയഹ وجيء يومئذ بجهنم وأنت حل بهذا البلد. ഈ രൂപത്തിലേക്ക് പാരായണം ചെയ്ത് വരിക. ഇഖ്ലാബിന്റെ നമ്മളിപ്പോ പഠിച്ച നിയമം പ്രാക്ടീസ് ആയിട്ട് രീതിയിൽ കേക്കില്ലല്ലോ, തീരെ കേക്കില്ല. ഇടക്കിടക്ക് വോയിസ് കട്ടാകും. കട്ടായി പോണ്, തീരെ കേക്കാൻ പറ്റില്ല. ഞാൻ മ്യൂട്ട് ആക്കിയത്. എനിക്കൊന്നും പറഞ്ഞില്ല. ആക്കി നോക്കിക്കോ.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يقول آمنا بالله آمنا بالله وباليوم الآخر وما هم بمؤمنين ومن الناس വാവ് ഫത്ഹാണ്, അതുപോലെ മീം ഇവിടെ എല്ലാം എന്താണ് ഹറക്കത്താണ് വന്നിട്ടുള്ളത്. വമിനന്നാസി അവിടെ ഫത്ഹുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം അലിഫാണ് വന്നിട്ടുള്ളത്. ഇവിടെ എന്താണ് സാധാരണ ദീർഘമാണ്. ഇവിടെ എന്ത് ചെയ്യാ, രണ്ട് ഹറക്കത്ത് നീട്ടി പാരായണം ചെയ്യുക. വമിനന്നാസി മൻ യഖൂലു ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം അടുത്ത അക്ഷരം യ ആണ്. നമ്മൾ ഇപ്പൊ പഠിച്ച നിയമമായിരുന്നു, ഹറക്കത്തില്ലാത്ത നൂനിന് ശേഷം അടുത്ത അക്ഷരം യ ആണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യാ, ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. യാക്ക് ശബ്ദ കൊടുത്ത് മണിച്ച് ഉച്ചരിക്കണം. ആ ഓക്കെ, മാഷാ അല്ലാ. മൻ യഖൂലു അങ്ങനെ വേണം പാരായണം ചെയ്യുന്നത്. അവിടെ നൂനിന്റെ ശബ്ദം എന്ത് ചെയ്യാൻ പാടില്ല, വെളിവാകാൻ പാടില്ല. മറിച്ച് യാഇന് ശബ്ദ കൊടുക്കുന്നതിനോടൊപ്പം മണിച്ച് ഉച്ചരിക്കണം. മൻ യഖൂലു വമ്മുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം വാവാണ്. അതെന്താണ് സാധാരണ ദീർഘമാണ്. ആമന്ന ഫത്ഹുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം അലിഫാണ്. അത് എന്താണ് സാധാരണ ദീർഘമാണ്. ആമന്ന ഇവിടെ നമ്മൾ ആമന്ന എന്നല്ലല്ലോ പറഞ്ഞത്, അവിടെ നൂനിന് ശബ്ദ വന്നോണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മണിച്ചിട്ടുണ്ട്. നമ്മൾ ഈ നിയമം ഇനിയും പഠിക്കും കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ എല്ലാം നൂനിനും മീമിനും ശബ്ദ വരുന്നിടത്തെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ മണിക്കണം. ആമന്ന അതുപോലെ ഈ രൂപത്തിലേക്ക് നൂനിനും മീമിനും ശബ്ദ വരുന്നിടത്തെല്ലാം എന്ത് ചെയ്യണം, ഒന്ന ചെയ്യണം, മണിക്കണം. ആമന്ന ഇവിടെ ഫത്ഹുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം അലിഫാണ്. അപ്പൊ അതെന്താണ് സാധാരണ ദീർഘമാണ്. ബില്ലാഹി വബിൽയൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ വമാ ഫത്ഹുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം അലിഫാണ്. അവിടെ എന്താണ് സാധാരണ ദീർഘമാണ്. വമാ ഹും ബിമുഅ്മിനീൻ നമ്മള് വഖഫ് വിരാമത്തിന് പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ നിയമം. എന്തായിരുന്നു ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തായിരുന്നു? വമാ ഹും ബിമുഅ്മിനീൻ അവിടുത്തെ നിയമം എന്താണ്? 4-5 ഹർക്കത്ത് നീട്ടണം. 4-5 ഹറക്കത്ത് നീട്ടണം. അതിന് വഖഫ് ചെയ്യുമ്പോൾ അവസാനം വരുന്ന അക്ഷരത്തിന് ഹർക്കത്ത് ഇടാതെ സുക്കൂൻ ചെയ്ത് നിർത്താം കൊടുക്കാം. എന്താണ് ഒന്നും കൂടി പറഞ്ഞേ, ഞാൻ കേട്ടില്ല കേട്ടോ. വമാ ഹും ബിമുഅ്മിനീൻ അവിടെ എന്താണ്?
4 5 ഹർക്കത്ത് നീട്ടി നിർത്തുക. ഷദ് ആ, 4 ചെയ്യുമ്പോൾ 5 ഹറക്കത്ത് 2 4 6 ഹറക്കത്ത് വരെ എന്ത് ചെയ്യാ നീട്ടി നിർത്തുക. കാരണം എന്താണ്? കാരണം എന്താണ്? യാ വന്നത് പൂർണ്ണ വിരാമം. യാ കാരണം എന്താണ്? വഖഫിന്റെ പൂർണ്ണ മുന്നേ യാ വിരാമമല്ലേ? അന്ത്യാക്ഷരത്തിന്റെ തൊട്ട് തൊട്ട് മുമ്പുള്ള മുമ്പ് അക്ഷരത്തിന് ആ, ഉം. മദ്ദിന്റെ തൊട്ട് അക്ഷരം മുമ്പുള്ള സുക്കൂൻ അക്ഷരം മദ്ദിന്റെ അക്ഷരമാണ് മദ്ദിന്റെ അക്ഷരം വരുന്നതെങ്കിൽ വന്നാല് 2 4 6 നീട്ടി ഉച്ചരിക്കണം. ഓക്കെ, മാഷാ അല്ലാ. പൂർണ്ണ വിരാമമാണ് ഇവിടെ. ആ, അതെ അതെ, പൂർണ്ണ വിരാമമാണ്. മാഷാ അല്ലാ. يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. يخادعون ضمുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം വാവാണ് വന്നിട്ടുള്ളത്. ഇതെന്താണ്? സാധാരണ ദീർഘമാണ്. യുഖാദിഊന അല്ലാഹ വല്ലദീന. കസ്റുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം യാ ആണ്. അതെന്താണ്? സാധാരണ ദീർഘമാണ്. ആമനു ഫത്ഹുള്ള അക്ഷരത്തിന് ശേഷം അലിഫ് വന്നിട്ടുണ്ട്. സാധാരണ ദീർഘമാണ്. ആമനു ളമുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം വാവാണ്. അവിടെയും സാധാരണ ദീർഘമാണ്. അവിടെയും 2 ഹർക്കത്ത് നീട്ടുക. വമ ഫത്ഹുള്ള അക്ഷരത്തിന് ശേഷം അലിഫ് വന്നിട്ടുണ്ട്. 2 ഹർക്കത്ത് നീട്ടുക. വമ യഖ്ദഊന. ളമുള്ള അക്ഷരത്തിന് ശേഷം വാവാണ് വന്നിട്ടുള്ളത്. ഇവിടെ എന്ത് ചെയ്യാ? അവിടെ സാധാരണ ദീർഘമാണ്. 2 ഹർക്കത്ത് നീട്ടുക. ഇല്ല അൻഫുസഹും. അവിടെ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ നീട്ടിയിട്ടുണ്ട് അല്ലെ? കാരണം എന്താണ്? ആരെങ്കിലും പറയാവോ? അവിടെ കുറച്ചുകൂടെ മദ്ദുള്ള കൂടുതൽ അക്ഷരത്തിന് നീട്ടിയിട്ടുണ്ട്. ശേഷം ഹംസ് വന്നിരിക്കുന്നു. ഹംസ് ആ, ഹംസ വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ എത്രയാണ് നീട്ടേണ്ടത്? 4 5 ഹർക്കത്ത്. 4 5 6 6ഉണ്ട്. 4 5 ഹറക്കത്ത് വരെ എന്ത് ചെയ്യുക? നീട്ടുക. അൻഫുസഹും നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന നിയമമാണ് കേട്ടോ ഇത്. അൻഫുസഹും മറച്ച് മണിക്കലുള്ളത്. നൂനിന്റെ ശബ്ദം അവിടെ അൻഫുസഹും എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. അൻഫുസഹും അവിടെ നൂനിന്റെ ശബ്ദം മറച്ച്, അതുപോലെ അവിടെ എന്ത് ചെയ്തു? മണിക്കുകയും ചെയ്തു. അൻഫുസഹും വമാ. ഫത്ഹുൽ അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം അലിഫാണ്. 2 ഹർക്കത്ത് നീട്ടുക. യശ്ഉറൂൻ ളമുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം വാവാണ്. പക്ഷെ ഇവിടെ എന്താണ്? ഒരായത്ത് അവസാനിക്കാണ്. അപ്പൊ നമ്മളവിടെ എന്ത് ചെയ്യും? വഖഫ് ചെയ്യും. അവിടെ എന്താണ് വരുന്നത്? അവിടുത്തെ നിയമം എന്താണ്? 2 4 ഹർക്കത്ത് നീട്ടി നിർത്തുക. അവിടെ അതിന് കാരണം എന്താണ്? അത്രയും നീട്ടണം. അതിന് കാരണം എന്താണ്? നിർത്തി വഖഫ് വിരാമം. പൂർണ്ണ വിരാമാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവിടുത്തെ എന്തുകൊണ്ടാണ് വാവ് ഇപ്പൊ അവിടെ 4 വാവ് വാവ് വന്നു. വഖഫ് അങ്ങനെ ചോദിക്കുമ്പോ പറയേണ്ടത് എങ്ങനെയാണ്? വമ്മുള്ള അവസാനത്തെ അക്ഷരം അക്ഷരത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരം പിന്നെ വാവ് വന്നു. വാവ് മത്ത് വമ്മുള്ള അക്ഷരത്തിന് ശേഷം വാവ് മത്ത് വന്നത് കൊണ്ട് അന്ത്യാക്ഷരത്തിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ദീർഘം വന്നാല് അവിടെ 2 4 6 ഹർക്കത്ത് വരെ എന്ത് ചെയ്യുക? നീട്ടി പാരായണം ചെയ്യുക. അടുത്തായ ആമീൻ. في قلوبهم مرض فزادهم الله مرضا ولهم عذاب
عليم بما كانوا يكذبون في قلوبهم കസ്റുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം യ ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ സാധാരണ ദീർഘമാണ്, 2 ഹർക്കത്ത് നീട്ടുക. ഫീ ഖുലൂബിഹിം അക്ഷരത്തിന് ലമ്മുള്ള ശേഷം വാവ്. അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം വാവാണ്, സാധാരണ ദീർഘമാണ്. മറദും ഫസാദഹും നമ്മൾ പഠിക്കാൻ പോകുന്ന നിയമമാണ്. മറദും മറച്ചു മണിക്കൽ. തൻവീന് ശേഷം നമ്മള് ഈ കഴിഞ്ഞ നിയമങ്ങളൊന്നും അല്ലാത്ത മറ്റൊരു നിയമമാണ് വന്നേക്കുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? മറച്ച് മണിക്കലാണ്. ആ മറബുൻ എന്നുള്ള തൻവീനിന്റെ ശബ്ദം വെളിവാകാൻ പാടില്ല. മറച്ച് അതിന്റെ ശബ്ദത്തെ മറയ്ക്കുന്നതിനോടൊപ്പം തൻവീനിന്റെ ശബ്ദം മറച്ച് മണിക്കണം. മറവും ഫസാദഹുമുല്ലാഹു മറദാ. ഫത്ഹുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം അലിഫാണ്, സാധാരണ ദീർഘമാണ്. ഇവിടെ എന്ത് ചെയ്ത് ഒന്ന് നിർത്തിയിട്ടുണ്ട്. അവിടെ ആ പൂർണ്ണ വിരാമമാണ്. പൂർണ്ണ വിരാമം ചെയ്തിട്ടില്ല. നമ്മള് കൂട്ടി വന്ന സമയത്ത് എങ്ങനെയാ ചെയ്യാ? അവിടെ എന്ത് ചെയ്ത? പൂർണ്ണ വിരാമം ചെയ്തിട്ടില്ല. ശബ്ദവും ശ്വാസവും പൂർണ്ണമായിട്ട് എന്ത് ചെയ്തിട്ടില്ല? മുറിക്കാതെ മുറിച്ചിട്ടില്ല. ആ രൂപത്തിലേക്ക് ടീച്ചർ മറള എന്നുള്ളിടത്തുള്ള അക്ഷരം എന്താ? ആ മറള എന്നുള്ളിടത്ത് മുകളിലുള്ള അക്ഷരം അതെന്താ ചെയ്യണ്ടേ? അത് നമ്മൾ ഇനി പഠിക്കും കേട്ടോ. നമ്മൾ പഠിക്കാൻ പോകുന്ന നിയമമാണ്. وَلَهُمْ عَذَابٌ أَلِيمٌ. അസാബ് ഫത്ഹുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം അലിഫാണ്. എന്ത് ചെയ്യാ? 2 ഹർക്കത്ത് നീട്ടുക. അസാബുൻ അലീമുൻ. ഇവിടെ എന്ത് ചെയ്യണം? തൻവീനെ വെളിവാക്കണം. അസാബുൻ. ഇവിടെ ശ്രദ്ധിച്ചായിരുന്നോ? ഇവിടെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന നിയമം, എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചിട്ടോ. ഈ ലൊമ്മ തൻവീനും ഈ ലൊമ്മ തൻവീനും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ? ഈ പ്രിന്റിൽ തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഈ മറാദുൻ എന്നതിലെ ലൊമ്മ തൻവീനും നമ്മൾ പഠിച്ചില്ല എന്നതിലെ ലൊമ്മ തൻവീനും തമ്മിൽ പ്രിന്റിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ വരുന്നിടത്ത് എന്ത് ചെയ്യണം? മറച്ച് മണിക്കണം. തൻവീന്റെ മറാദുൻ എന്നുള്ള ശബ്ദം കേൾക്കാൻ പാടില്ല. മറിച്ച് തൻവീന്റെ ശബ്ദം തൻവീനുള്ള എന്നുള്ള ശബ്ദം മറച്ച് മണിക്കണം. എല്ലാരും മ്യൂട്ട് ചെയ്ത് വെക്കണേ. മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. അതുപോലെ അസാബുൻ. ഇവിടെ നിയമം വന്നതുകൊണ്ട് ഞാൻ മാത്രം പറഞ്ഞതാണ് കേട്ടോ. ഇവിടുത്തെ പ്രിന്റ് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ രൂപത്തിലുള്ളതാ തൻവീൻ ലൊമ്മ തൻവീൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യാ? അവിടെ ആ തൻവീനെ ലൊമ്മ തൻവീൻ എന്ത് ചെയ്യാ? വെളിവാക്കുക. അദബുൻ അതിലുള്ള നൂനിന്റെ ശബ്ദം എന്ത് ചെയ്യാ? വ്യക്തമാക്കുക. ഇങ്ങനെ ഈ ലൊമ്മ തൻവീനാണ് വരുന്നതെങ്കിൽ അവിടെ എന്താ ചെയ്യാൻ പാടില്ല? അവിടെ വ്യക്തമാക്കാൻ പാടില്ല. ഇതിൽ മറച്ച് മണിക്കണം. തെൻവീനിലുള്ള നൂനിന്റെ ശബ്ദത്തെയാണ് മറക്കേണ്ടത്. അതുപോലെ അദാബുൻ, അതുപോലെ മറാദുൻ എന്നതില് തൻവീനിൽ ഒരു നൂനിന്റെ ശബ്ദം ഉണ്ടല്ലോ. ആ ശബ്ദത്തെ എന്ത് ചെയ്യണം? മറക്കണം. വലഹും അദാബുൻ അലീമുൻ. കസ്റുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം യാ ആണ്, സാധാരണ ദീർഘമാണ്.
അടുത്തത് നമ്മളിപ്പോ പഠിച്ച നിയമമാണ്. ളമ്മുള്ള അക്ഷരം വരികയും അതിനോടൊപ്പം ഒരു മീം വന്നിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യാ? ആ മീമിനെ ഉച്ചരിക്കാനായി ചുണ്ടടയ്ക്കണം. പക്ഷെ പൂർണ്ണമായിട്ടും അടയാതെ അല്പം വിടർത്തി വെച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം? മണിച്ച് ഉച്ചരിക്കുക. അലീമും ബിമ, അലീമും ബിമാക്ക് പകരം അലീമും ബിമ കാനൂ യക്ദിബൂൻ. ഈ രൂപത്തില് പാരായണം ചെയ്യുക. ബിമ ഫത്ഹുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം അലിഫാണ്. അവിടെ എന്ത് ചെയ്യാം? 2 ഹർക്കത്ത് നീട്ടുക. ബിമാ കാനൂ. ഫത്ഹുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം അലിഫാണ്. അവിടെയും 2 ഹർക്കത്ത് നീട്ടുക. ളമ്മുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം വാവാണ്. അവിടെയും 2 ഹർക്കത്ത് നീട്ടുക. യക്ദിബൂൻ. ഇവിടെ കാഫിന് സുക്കൂൻ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. യക്ദിബൂൻ എന്ന് പറയാൻ പാടില്ല. യക്ദിബൂൻ, യക്ദിബൂൻ. ഈ രൂപത്തിലേക്ക് പാരായണം ചെയ്യാം. അടുത്തത് യക്ദിബൂൻ. അന്ത്യക്ഷരത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ദീർഘം എന്നാൽ അവിടെ എന്ത് ചെയ്യുക? 2, 4, 6 ഹർക്കത്ത് വരെ നീട്ടുക. പൂർണ്ണ വിരാമമാണ്. യക്ദിബൂൻ. അടുത്തായ وَإِذَا قِيلَ لَهُمْ لَا تُفْسِدُوا فِي الْأَرْضِ قَالُوا لَا تُفْسِدُوا فِي الْأَرْضِ قَالُوا إِنَّمَا نَحْنُ مُصْلِحُونَ. وَإِذَا ഫത്ഹുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം അലിഫാണ്. സാധാരണ ദീർഘമാണ്. ഖീല. അവിടെയും അതുപോലെ കസ്റുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം യാ ആണ്. അവിടെയും 2 ഹർക്കത്ത് നീട്ടുക. ഫത്ഹുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം അലിഫ് 2 ഹർക്കത്ത് നീട്ടുക. തുഫ്സിദൂല, തുഫ്സിദൂ ഫിൽ അർളി. ഇവിടെ 2 ഹർക്കത്ത് നീട്ടുക. ഖാലൂ. ഫത്ഹുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം അലിഫാണ്. 2 ഹർക്കത്ത് നീട്ടുക. ഖാലൂ. ളമ്മുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം വാവാണ്. അപ്പൊ അതെന്താണ്? സാധാരണ ദീർഘമായിട്ടുണ്ട്. അതിനുശേഷം വരുന്ന അടുത്ത അക്ഷരം എന്താണ്? ഹംസയാണ്. അങ്ങനെ വരുമ്പോ അതെന്തായി? അസാധാരണ ദീർഘമായി. സാധാരണ ദീർഘത്തിന് ശേഷം അടുത്ത അക്ഷരം ഹംസ വന്നാൽ അവിടെ എന്ത് ചെയ്യാം? അവിടെ 4, 5 ഹർക്കത്ത് വരെ നീട്ടി പാരായണം ചെയ്യുക. ഖാലൂ ഇന്നമ. നേരത്തെ പറഞ്ഞതുപോലെ നൂനിന്റെ മേശത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? മണിക്കണം. ഇന്നമ. ഫത്ഹുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം അലിഫാണ്. അവിടെയും സാധാരണ ദീർഘമാണ്. 2 ഹർക്കത്ത് നീട്ടാം. നഹ്നു മുസ്ലിഹൂൻ. അന്ത്യാക്ഷരത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ദീർഘമാണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? 2, 4, 6 ഹർക്കത്ത് വരെ നീട്ടി പാരായണം ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഇന്ന് പറഞ്ഞ പാഠങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. യക്തിബൂൻ. ബിമാ കാണി യക്തിബൂൻ എന്നുള്ള ഒന്നുകൂടി പറഞ്ഞു തരുമോ? അലീമും ബിമാ കാണി യക്തിബൂൻ എന്നുള്ളത് അവിടെ ഏത് നിയമമാണ് പറയേണ്ടത്? അലീമും ബിമ. അവിടെ യക്തിബൂൻ എന്നുള്ളടത്ത് പിന്നെ അലീമും ബിമാ നമ്മൾ ഇന്ന് പഠിച്ച നിയമമാണ്.
ലൊമ്മ വരികയും അതിനോടൊപ്പം തലകുത്തനെയുള്ള ഒരു മീം വന്നാല് അവിടെ എന്ത് ചെയ്യാം? മീമിനെ ഉച്ചരിക്കാനായി ചുണ്ടടയ്ക്കണം. പക്ഷെ പൂർണ്ണമായിട്ട് അടയാതെ ശ്രദ്ധിക്കണം. അലീമു ബിമ, അലീമു ബിമ, ഈ രൂപത്തിലേക്ക് പാരായണം ചെയ്യണം. ഇതാണ് കടലാസിന്റെ കനത്തിലുള്ളത് ഇതാ. അതെ അതെ അതെ, ഈ നിയമമാണത്. ഒരു പേപ്പർ സ്പേസ് ഇട്ടിട്ട് എന്ത് ചെയ്യാം? മടിച്ച് ഉച്ചരിക്കുക. പാരായണം ചെയ്യേണ്ടവരെ ഹാൻഡ് റൈസ് ചെയ്തോട്ടോ. കഴിഞ്ഞ വീക്കുകളിൽ പാരായണം ചെയ്യാത്തവർ ഹാൻഡ് റൈസ് ചെയ്തോ. ആർക്കും പാരായണം ചെയ്യണ്ടേ? ഇത് ഞാൻ ചെയ്യാം. ആരുല്ലേ? ഞാൻ ചെയ്യാം. ചെയ്യട്ടെ? സ്റ്റാർട്ട് ആമിന. ചെയ്തോട്ടോ. Okay. തെറ്റോ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. പേപ്പർ സ്പേസ് ഇട്ട് മടിച്ച് ചോദിക്കേ. أليم بما كانوا يكذبون. ഓക്കെ, ശ്രദ്ധിക്കേണ്ടത് അഊദു ഒന്നും أعوذ അഊദു. നമ്മൾ ലൊമ്മ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ ചുണ്ട് എന്ത് ചെയ്യണം? വട്ടത്തിലാക്കണം, വൃത്തമായിട്ട് വരും ലൊമ്മ ഉച്ചരിക്കുമ്പോൾ. മനസ്സിലാണ്ടോ? നമ്മള് ഫ, അതുപോലെ മീം, ബ, വാവ്, അതുപോലെ ലൊമ്മുള്ള അക്ഷരം ഉച്ചരിക്കുമ്പോ ഇത്രയും അക്ഷരങ്ങൾ ഇത്രയും സന്ദർഭത്തിൽ മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ? ഒരക്ഷരത്തിന് നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ ചുണ്ടുമായിട്ട് ബന്ധം വരുന്നു. ബാക്കിയുള്ള അക്ഷരങ്ങള് ചുണ്ട് അക്ഷരങ്ങളാണ്. അപ്പം ചുണ്ട് വട്ടത്തിലാകണം. അതുപോലെ അടുത്ത അക്ഷരം ആ സൂ പറയുമ്പോൾ ചുണ്ടെന്താ? ലൊമ്മുള്ള അക്ഷരല്ലേ? ജാലിന് ലൊമ്മാണ്. ചുണ്ടെന്ത് ചെയ്യാ? വട്ടത്തിലാക്ക. അഊദു. ശ്രദ്ധിക്കുക, ക്ലിയർ ആകാനുണ്ട് കേട്ടോ. മദ്ദിന്റെ അക്ഷരം സാധാരണ ദീർഘം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാ? ജാലിന്റെ ലൊമ്മ വ്യക്തമായിട്ട് കേൾക്കണം. അതിന്റെ ആ മഖ്റജിൽ നിന്ന് തന്നെ ജാൽ എന്നുള്ള അക്ഷരം പറയുന്ന നാവിന്റെ നാവിന്റെ അറ്റം മേൽ മുൻപല്ലുകളുടെ അരികു ഭാഗത്ത് തട്ടിച്ചിട്ടാണ് പറയേണ്ടത്. നമ്മൾ പഠിച്ചില്ലല്ലോ, നമ്മളതൊന്നും പഠിച്ചില്ലല്ലോ. മഖ്റജ് നമ്മൾ പഠിച്ചില്ലല്ലോ. എനിക്കറിയാം. ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. പറഞ്ഞു തരുന്നത് പ്രത്യേകിച്ച് മഖ്റജ് എടുത്ത് പറഞ്ഞു തരുന്നത് പഠിച്ച് ക്ലിയർ ആക്കി വരാം. അല്ല, ഓരോരോ അക്ഷരത്തിന്റെ മഖ്റജ് നമ്മൾ പഠിച്ചില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ആയിക്കോട്ടെ.
ഇപ്പൊ ക്ലിയർ ആയിട്ട്. ഓരോ അക്ഷരത്തിനെയും ഉച്ചരിക്കേണ്ട എങ്ങനെയാണ് ആ രൂപത്തിലേക്ക് എല്ലാ അക്ഷരങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാകണേ. എനിക്കെല്ലാം വ്യക്തമായിട്ട് ഓതണം, പക്ഷെ എന്തോ ഒരു പിന്നെ ടെൻഷൻ ശ്രദ്ധിക്കേണ്ടത് കാരണം അങ്ങോട്ട് അവിടെ വരത്തില്ല. അത്രയും കുറെ സ്ട്രെയിൻ എടുത്ത് ഓർത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ഭയങ്കര നമ്മുടെ ശബ്ദം നമ്മൾ എങ്ങനെയാണോ അതേ ശബ്ദം മാറ്റേണ്ട ആവശ്യമില്ല. ശബ്ദം മാറ്റുമ്പോ ആ ശബ്ദം മൂക്കിലേക്കാണ് പോകുന്നത്. പിന്നെ മൂക്കും കൊണ്ട് പോകുന്നത് പോലെയാകും. മനസ്സിലായോ? മൂക്കിലേക്ക് ശബ്ദം കൊണ്ടുവരാം. നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ ഒരു ശബ്ദത്തിൽ തന്നെ പാരായണം കൊണ്ടുവരാം. മണിക്കുന്ന സന്ദർഭത്തിൽ എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് അല്പശമുള്ളൂ. ബാക്കിയുള്ള അക്ഷരങ്ങൾ വായിൽ നിന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത് കേട്ടോ. ശ്രദ്ധിക്കാം. അവിടെ അവിടെ കൽക്കല ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെ ഓതിയ സമയത്ത്. കൽക്കല മീൻസ് ആ സുക്കൂന് നല്ല പോലെ ശ്രദ്ധിക്കാം. കൽക്കലൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. വലഹും അദാബുൻ അലീമും ബിമാ. അവിടെ ആ പേപ്പർ സ്പേസ് ഇട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? മാറ്റമുണ്ട്. കുഴപ്പമില്ല. എന്നാലും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എല്ലാ ദിവസവും പരിശ്രമിക്കുന്നുണ്ട്. ഓക്കെ. അടുത്തത് ആയിഷജനം പാരായണം ചെയ്തോട്ടാ. ഞാനാ എന്ന് പറയാതെ മീനശൈ. അറബി ലെറ്റേഴ്സ് ചെരിക്കാൻ പാടില്ല കേട്ടോ. ചെരിച്ചുച്ചരിക്കുക. ഷേ പറയരുത്. ചുണ്ട് വൈഡായി പോണ്ട്. മീനശൈ മീനശൈത്വാനിർറജീം. من الشيطان الرجيم بسم الله الرحمن الرحيم. Hello. من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكسبون. ശ്രദ്ധിക്കാനുള്ളത് وَمِنَ-النَّاسِ مَن يَقُولُ ഖാഫ് എന്നുള്ള അക്ഷരം ശ്രദ്ധിക്കണം കേട്ടോ. നാവിന്റെ അങ്ങേയറ്റം ഉണ്ടല്ലോ. നാവിന്റെ അങ്ങേയറ്റം ഇതിന് തൊട്ട് മേൽഭാഗം മേൽ അണ്ണാക്കുമാണ് അതിന്റെ മഖ്റജ് വരുന്നത്. നാവിന്റെ അങ്ങേയറ്റവും മേൽ അണ്ണാക്കും. ഒരക്ഷരം അതിന്റെ കറക്റ്റ് മഖ്റജിൽ നിന്നും എവിടെയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ അക്ഷരത്തെ സുക്കൂനിട്ട് ഉച്ചരിക്കുക. ആ സ്ഥലത്ത് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് നാവിന്റെ അങ്ങേയറ്റം തൊട്ട് മേൽ അണ്ണാക്കിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു? ആ മഖ്റജ് കറക്റ്റ് ആണ്. സുക്കൂനിട്ട് ഉച്ചരിച്ച് പഠിക്കാണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് വബിൽ യൗമിൽ ആഖിരി. എന്നുള്ള അക്ഷരം റെഡി ആണുണ്ട്. പറഞ്ഞേ.
ഇപ്പൊ കുഴപ്പമില്ല. ഫത്ഹും കസ്റും ലമ്മും സുക്കൂൻ ഇട്ട് പറഞ്ഞേ. ഹാ ഹൈ ഹൂ അഹ്. പറഞ്ഞ് ആയിഷ ജന പറഞ്ഞേ ഒന്ന്. ഫത്ഹ കസ്റ ഹാ ഹൈ ഹൂ അഹ്. ഹാ ഹി ഹു. ഖ പറയുമ്പോ കുഴപ്പമില്ല, ഹൈ പറയുമ്പോ കിട്ടുന്നില്ല കേട്ടോ. ആ ഹ എന്നുള്ള അക്ഷരം ഒന്ന് ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമ്മുടെ തൊണ്ടയുടെ മേൽഭാഗം, മേലെ അറ്റത്ത് നിന്നാണ് ഹ എന്ന അക്ഷരം ഉച്ചരിക്കേണ്ടത് അങ്ങനെയാണോ? കേട്ടോ. അങ്ങനെയാണോ? ഹ ആകരുത്. ഹായ ഭയങ്കരമായിട്ട് അങ്ങ് ആ അക്ഷരം പരന്നു പോയി. ഇസ്തിഅലായിന്റെ അക്ഷരം എന്ന് വെച്ചാൽ ഖനമുള്ള അക്ഷരമാണ്. ആ അക്ഷരത്തിന് ആ ഒരു രൂപത്തിലേക്ക് കുറച്ച് തീരെ ലൈറ്റ് ആക്കി പറയാണ്ട് ഹോ, ചുണ്ട് ഹോ എന്നായി പോകരുത് കേട്ടോ. ഹോ എന്ന് പറയുമ്പോ ചുണ്ട് കൂർത്ത് വന്നിട്ടുണ്ട്, ഇടയിൽ വാവിന്റെ ഉച്ചാരണം വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തെറ്റി വരാൻ പാടില്ല. മറിച്ച് ഹോ ഹോ ഹൈ ഹൂ അഹ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യട്ടോ. അതുപോലെ യുഖാദിഊന അല്ലാഹ, അതുപോലെ വമാ യഖ്ദഊന ഫീ ഖുലൂബിഹിം മറദുൻ. ദ്വാദ് പറയുന്ന സമയത്ത് നാവിന്റെ സൈഡ് ഭാഗങ്ങൾ ഉണ്ടല്ലോ, അരിക്, സൈഡ് ഭാഗം, തുമ്പല്ല അറ്റമല്ല പറയുന്നത്. രണ്ട് സൈഡ് ഭാഗം ഒന്നെങ്കിൽ ഇടത് ഭാഗത്തെ അണപ്പല്ലിനോട് ചേർത്ത് വെച്ച് പറയാൻ വേണ്ടി ഈ രൂപത്തിലേക്ക് പറയാം. അല്ലെങ്കിൽ വലത് ഭാഗത്തെ അണപ്പല്ലിനോട് ചേർത്ത് വെച്ച് പറയാം. ഏറ്റവും എളുപ്പമുള്ള രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാവിന്റെ ഇടത്തെ അരികു ഭാഗം ഇടത്തെ അണപ്പല്ലിനോട് ചേർത്ത് വെച്ച് പറയലാണ്. അതിനേക്കാൾ കുറച്ചും കൂടെ ഒരു പ്രയാസമുള്ള രീതിയാണ് വലത് ഭാഗത്തെ നാവിന്റെ അരികു ഭാഗം ഉണ്ടല്ലോ, ആ അരികു ഭാഗം വലത് ഭാഗത്തെ അണപ്പല്ലിനോട് ചേർത്ത് വെച്ച് പറയാം. എന്ന് വലത് ഭാഗത്ത് ചേർത്ത് വെച്ച് പറയാം. ഇനി ഏറ്റവും പ്രയാസമുള്ള രീതിയാണ് രണ്ട് സൈഡ് ഭാഗവും രണ്ട് ഭാഗത്ത്, അത് കുറച്ച് നാവ് നല്ല രീതിയിൽ വൈഡാക്കി വെച്ചാൽ മതി. നാവ് നാവ് കുഴിച്ചു വെക്കാം, അതുപോലെ കുറച്ച് ഉയർത്തി വെക്കാം, പല രീതിയിൽ നാവിന്റെ പൊസിഷൻസ് മാറ്റാൻ പറ്റുമല്ലോ. അതങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് രണ്ട് സൈഡ് ഭാഗവും രണ്ട് സൈഡിലെ വലത് സൈഡിലെയും ഇടത് സൈഡും ആ രണ്ട് സൈഡിലെ അണപ്പല്ലിനോട് ചേർത്ത് വെച്ച് നമ്മൾ മിക്കപ്പോഴും അല്ലാഹ് പറയുന്ന സമയത്ത് അള്ളാ എന്ന് പറയത്തില്ലേ, അള്ളാഹ് എന്ന് പറയുമ്പോ ആ ലാമിലുള്ള കനം ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് അങ്ങനെ വരുമ്പോ നാവിന്റെ തുമ്പ് ഭാഗമാണ് നമ്മുടെ മോണയുടെ ആ ഭാഗത്ത് ടച്ച് ചെയ്ത് വരും. ഊന് ആ ഭാഗത്തല്ല, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലുള്ള രണ്ട് പല്ലുകളുടെ മേൽഭാഗത്ത്. പക്ഷെ അതല്ല അതിന്റെ മഹ്റജ്. രണ്ട് സൈഡ് ഭാഗം അണപ്പല്ലിനോട് ചേർത്ത് വെച്ച് പറയുക. ഒന്നെങ്കിൽ ഇടത്തെ സൈഡ് അണപ്പല്ലിനോട് ചേർത്ത് വെച്ച് പറയാ, ഇടത്തെ സൈഡിലെ അണപ്പല്ലിനോട്, അല്ലെങ്കിൽ വലത് ഭാഗത്ത്, അല്ലെങ്കിൽ രണ്ട് സൈഡും ചേർത്ത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടുണ്ടാവും. ഈ രൂപത്തിലേക്ക് എന്ത് ചെയ്യാ, പ്രാക്ടീസ് ചെയ്ത് വാദ് എന്നുള്ള അക്ഷരം റെഡിയാക്കി എടുക്കുക കേട്ടോ. വാദ് അതുപോലെ രണ്ടും രണ്ട് മഹ്റജുകളാണ്. എന്ന് പറയുമ്പോൾ കഴിഞ്ഞുള്ള ഇല്ലേ, അതെന്താണ്, നാവിന്റെ അറ്റം രണ്ട് പല്ലിന്റെയും അരികു ഭാഗത്താണ് തട്ടുന്നത്. പക്ഷെ വാദ് പറയുന്ന സമയത്ത് നാവിന്റെ സൈഡ് ഭാഗങ്ങളാണ് അണപ്പല്ലിൽ ടച്ച് ചെയ്യുന്നത്. അത് രണ്ടും അക്ഷരങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്ത് രണ്ടും വേർതിരിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാട്ടോ. മിസ് ഒരു സംശയം ചോദിക്കാനുണ്ട് ബാക്കിയുള്ളവരെ മിസ്. ഒരു സംശയം, അത് നമ്മള് ഖുർആനിൽ തന്നെ നമ്മള് ഇപ്പൊ ഖുർആനിൽ 10 കൽപ്പന എന്നറിയപ്പെടുന്ന തത്വങ്ങൾ എന്തെല്ലാം പറഞ്ഞാൽ ഒരു കൽപ്പന കിട്ടിയാൽ എനിക്ക് ആ കൽപ്പന എന്താന്ന് മനസ്സിലാവണില്ലേ. അത് മിസ്സിനോട് ചോദിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ നിന്നത്. ഇങ്ങനെ എനിക്ക് മനസ്സിലായില്ല. നമുക്ക് ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ്. മനസ്സിലായില്ല.
ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല കേട്ടോ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഖുറാനിലെ 10 കൽപ്പനകൾ എന്നറിയപ്പെടുന്ന തത്വങ്ങൾ എന്തെല്ലാം എന്ന് കണ്ടെത്താനാ പറയണത്. ബാക്കി എല്ലാത്തിന്റെയും പുസ്തകത്തിന്റെ ലാസ്റ്റ് ഭാഗത്തുണ്ട്. ഇത് എങ്ങനെ നോക്കിയാൽ തത്വങ്ങൾ എന്താന്ന് ഒരെണ്ണം മനസ്സിലായാലേ നമുക്ക് ബാക്കിയുള്ളത് കണ്ടുപിടിക്കാം. അത് എന്താണെന്ന് എനിക്ക് അറിയണില്ല. അല്ലെങ്കിൽ ഉസ്താദിനോട് തന്നെ ചോദിക്കേണ്ടി വരും. നമ്മുടെ നിജു എനിക്കൊന്ന് PM ചെയ്തോ ചേട്ടാ. ഏഹ് വേറെ എന്തെങ്കിലും നമ്മൾ പഠിച്ച ഭാഗങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. നമ്മൾ പഠിച്ച ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കിക്കോ. ഓക്കെ. പഠിച്ച ഭാഗത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. അത് ലോത് ഉച്ചരിക്കുമ്പോ ഒരു സൈഡ് മാത്രം തട്ടിച്ചാ മതി അല്ലേ? എനിക്ക് ലോത് എപ്പോഴും കിട്ടാത്തൊരു അക്ഷരാണ്. ഏറ്റവും എളുപ്പമുള്ള രീതി എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഏറ്റവും എളുപ്പമുള്ള രീതി നാവിന്റെ ഇടത്തെ സൈഡ് അരികു ഭാഗം ഉണ്ടല്ലോ, സൈഡ് ഭാഗം, തുമ്പല്ല ഞാൻ പറയുന്നത്, അരികാണ്. നമ്മുടെ നാവ് നീട്ടിക്കഴിഞ്ഞാൽ 2 അരിക് ഉണ്ടാവുമല്ലോ, സൈഡ് ഭാഗങ്ങള്. ആ 2 സൈഡിലെ ഇടത്തെ സൈഡിൽ അണപ്പല്ലിനോട് ചേർത്ത് വെച്ചിട്ട് പറയാം. അതാണ് ഏറ്റവും, അത് പ്രാക്ടീസ് ചെയ്ത് അത് റെഡിയാക്കാൻ നോക്കാം. അത് പക്ഷെ ആ സമയത്ത് എനിക്ക് പറയുമ്പം മനസ്സിലാകുന്നത് നാവിന്റെ തുമ്പ് ഭാഗം മുകളിൽ കൂടുതലും പ്രസ് ആക്കുന്നുണ്ട്. പക്ഷെ കൂടുതലും സൈഡ് പ്രസ് ചെയ്യേണ്ട ആ അണപ്പല്ലിനോട് ചേർത്ത് വെച്ചിട്ടാണ് പറയേണ്ടത് കേട്ടോ. ആ സൈഡ് ഭാഗം കൊണ്ട് നാവിന്റെ മുൻഭാഗം എന്താ ചെയ്യേണ്ട? അപ്പൊ സൈഡ് അണപ്പല്ലുമായിട്ട് ഇതാവും, മുൻഭാഗം മുകളില് നമ്മുടെ തൊട്ട് മേൽഭാഗം, അതായത് നാവ് കുറച്ച് ബാക്കിലേക്ക് ആക്കി കഴിഞ്ഞാലല്ലേ അണപ്പല്ലിനോട് തട്ടിക്കാൻ പറ്റുള്ളൂ. അതിന് ആ കൂടുതൽ പ്രസ്സിങ് നാവ് എവിടെയാണോ ഇരിക്കുന്നത് ആ ഒരു സൈഡിൽ കൂടുതൽ പ്രസ് കൊടുക്കാണ്ടിരുന്നാൽ മതി. കൂടുതൽ അവിടെ പുഷ് കൊടുക്കാണ്ട് പറയാം. നമുക്ക് അവിടെ കൂടുതൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. അണപ്പല്ലിനോട് ചേർത്ത് വെച്ച് പറഞ്ഞാൽ മതി. എനിക്ക് മനസ്സിലാകുന്നത് നാവിന്റെ തുമ്പ് ഭാഗമാണ് നല്ല പ്രസ് ചെയ്യുന്നത് കേട്ടോ. അണപ്പല്ലിനോട് ചേർത്ത് വെച്ചിട്ടല്ല, സൈഡ് ഭാഗം അല്ല. ശബ്ദം കേട്ടിട്ട് എങ്ങനെയാ മനസ്സിലാകുന്നത്? അല്ല കേട്ടോ, അല്ല. ഇപ്പൊ പറയുന്നത് അള്ളാഹു എന്ന പദത്തിലെ ലാമിന്റെ കനമുണ്ടല്ലോ, ആ രൂപത്തിലേക്കാണ് വാദിന്റെ ഉച്ചാരണം വന്നേക്കുന്നത്. അതല്ല കേട്ടോ. ഞാന് അത് പ്രാക്ടീസ് ചെയ്യേണ്ട വീഡിയോ അയച്ചുതരാം കേട്ടോ. വാദ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. വേറെ നമ്മൾ പഠിച്ച ഭാഗത്തെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ലീവ് ആക്കാം. سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി